എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 2023 നടന്ന ആനുവൽ എക്സാം ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിന്റെ പരിചയപ്പെടുന്നത്. ആദ്യത്തെ ചോദ്യം ആക്ടിവിറ്റി ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. മറ്റ് നിർദ്ദേശങ്ങൾക്ക് മുന്നേ കുട്ടിയെ ചിത്രം ഒന്ന് കാണിക്കുക. ഈ ചിത്രം കാണിച്ചുകൊണ്ട് അവനോട് ആവശ്യപ്പെടുക ഡിസ്ക്രൈബ് ദിസ് പിക്ചർ. ഈ ചിത്രത്തെ കുറിച്ചൊരു 5-6 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ, 5-6 വാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക. അപ്പോൾ ഇതിൽ എന്തെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക. There is a cat, some trees, shrubs or plants, a rock, the sun, and some birds are flying, the clouds. This is the situation. Okay. അപ്പോൾ ഈ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാം. വീടുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റി ഈ സെന്റൻസുകൾ പൂർത്തിയാക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. പരീക്ഷയ്ക്ക് ഇതായിരുന്നു ചോദിച്ചത്. ടിങ്കു ഈസ് ലുക്കിംഗ് അറ്റ് ദ ഡാഷ് സ്കൈ. ടിങ്കു ഈസ് ലുക്കിംഗ് അറ്റ് ദ സ്കൈ. അപ്പോൾ സ്കൈയെ വിശേഷിപ്പിച്ച് പറയണം. എന്ത് സ്കൈ? ലുക്കിംഗ് അറ്റ് ദ മോർണിംഗ് സ്കൈ എഴുതിക്കൂടെ? എഴുതാം. ബ്ലൂ സ്കൈ എഴുതാം. ബ്യൂട്ടിഫുൾ സ്കൈ എഴുതാം. അപ്പൊ ആലോചിക്കാം. ടിങ്കു ഈസ് ലുക്കിംഗ് അറ്റ് ദ മോർണിംഗ് സ്കൈ, അല്ലെങ്കിൽ ബ്ലൂ സ്കൈ, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ സ്കൈ. സ്കൈയെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നു. ദ ഡാഷ് ആർ ഫ്ലൈയിങ്. ദ ഡാഷ് ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആലോചിക്കുക, ഇവിടുത്തെ ഗ്രാമർ പ്ലൂറൽ ആണ്. ദ ക്ലൗഡ്സ് ആർ ഫ്ലൈയിങ് എഴുതി. തെറ്റൊന്നുമല്ല, കുഴപ്പമില്ല. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് കൂടുതൽ ചോദിച്ചത്. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ്. There are some dash in the sky. അതും ക്ലൗഡ്സ് അല്ലെങ്കിൽ ബേർഡ്സ് ഉപയോഗിക്കാം. There are some birds in the sky. There are some clouds in the sky തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കാം. അതിനോടൊപ്പം അഡീഷണൽ 2 സെന്റൻസ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പരീക്ഷയ്ക്ക് 5 സെന്റൻസ് ആയിരുന്നു, 5 മാർക്ക്. The cat is sitting on a rock. There is a tall tree. The sun is rising. The birds are flying in the sky. Tingu is looking at the morning sky. The time is morning. There are some birds in the sky. സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദാഹരണമായിട്ടാണ് ഇവിടെ 7 പോയിന്റുകൾ നൽകിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. ടിങ്കു ദ ക്യാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ റോക്ക്. ടിങ്കു എന്ന് പറയുന്ന പൂച്ച ഒരു കല്ലിൽ ഇരിക്കുകയായിരുന്നു. ഹി ഈസ് വാച്ചിങ് ദ മോർണിംഗ് സ്കൈ. അവൻ എന്ത് ചെയ്യുന്നു? ആ പ്രഭാത സൂര്യനെ നോക്കിയിരിക്കുകയാണ്, ആകാശം നോക്കിയിരിക്കുകയാണ്. വാട്ട് ഡസ് ഹി സീ ദെയർ? റൈറ്റ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. നൽകിയിട്ടുള്ള സ്ഥലത്ത് അവൻ എന്തൊക്കെ കാണുന്നു എന്ന് എഴുതുക. അപ്പോൾ അതിനെ നമുക്ക് ഒരു LSS നിലവാരത്തിലുള്ള ഒരു ആൻസർ ആക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 6ാം ക്ലാസ് 7ാം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഭാഗം. അവരുടെ ഡിസ്ക്രിപ്ഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടി, അവരുടെ വൊക്കാബുലറി മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ ഉദാഹരണം ഉപയോഗിക്കാം. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 5ലെ 6ലെയും ചേട്ടന്മാരും ചേട്ടന്മാരും ഒക്കെ കാണും. അപ്പോൾ അവർക്ക് ഈ ഒരു ഭാഗം ഉപയോഗിക്കാം. The sky, a canvas of soft blues and pinks, was painted with the gentle strokes of the morning sun. ഈ സെന്റൻസുകൾ അതേപോലെ കാണാതെ പഠിച്ച് പ്രയോഗിച്ച് ശീലിച്ചാൽ മാത്രമേ ആ സമയത്ത് അത് എഴുതാൻ പറ്റൂ. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയല്ല, 4, 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികളുടെ വൊക്കാബുലറി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗം നൽകിയിട്ടുള്ളത്. The sun peeked over the horizon. പീക്ഡ്, പീക്ക് 2ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള വാക്കാണ് പീക്ക്. എത്തി നോക്കുക, ഒളിച്ചു നോക്കുക എന്നാണ്. The sun peeked over the horizon, spilling golden light over the land. സൂര്യൻ ഉദിച്ചു എന്ന് ജസ്റ്റ് പറയുന്നതിന്, സൺറൈസസ് എന്ന് പറയുന്നതിനേക്കാളും എത്ര മനോഹരമായ വരികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. Trees cast long shadows that danced and sang with the rising sun. The air filled with the sweet chorus of birds greeting the day. And for a moment, everything was peaceful and perfect. ഒരു 7ാം ക്ലാസ്സില് ഇംഗ്ലീഷിലെ കുട്ടിക്ക് ഈ രീതിയിൽ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ അത്രയും മികച്ച രീതിയിൽ വൊക്കാബുലറി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ഉദാഹരണം. The sky turns from dark to light blue as the sun comes up. The sun looks like a bright, shiny orange ball peeking over the hills. Birds start singing happy songs to welcome the new day. The cat's fur
for രോമം. Glows golden in the warm sunlight. Everything looks fresh and new. The cat stretches and yawns. Yawns കോട്ടുവാടുക. Ready to start a beautiful day. അപ്പോ അതായിരുന്നു നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ. 2ാം ക്ലാസ്സിന്റെ നിലവാരം മുതൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വീകരിക്കാവുന്ന മാതൃകകൾ വരെ നമ്മൾ ഇവിടെ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തത് ആക്ടിവിറ്റി 2 ഒരു കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ നമ്മുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ കഥ പഠിച്ചിട്ടുണ്ട് പുസ്തകത്തിൽ. മിന്നി റിട്ടേൺഡ് ഹോം ആഫ്റ്റർ സോനൂസ് ബർത്ത്ഡേ പാർട്ടി. സോനുവിന്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞ് മിന്നി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. മിന്നി ടോക്സ് ടു ഹർ മദർ അബൌട്ട് ഇറ്റ്. മിന്നി അവളുടെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മിന്നി ആൻഡ് ഹർ മദർ. മിന്നിയും അമ്മയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറയുന്നത്. ഓക്കെ. മിന്നി, ഇറ്റ്സ് ആൾമോസ്റ്റ് നൈറ്റ്. വേർ ഡിഡ് യു ഗോ മൈ ഡിയർ? അന്നു മിന്നിയോട് ചോദിക്കുകയാണ്, രാത്രിയാവാറായി, നീ ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ഐ വാസ് സോ ടെൻസ്ഡ്. ഐ ഫെൽറ്റ് ഓൺഷ്യസ്. ഞാൻ ഒരുപാട് ടെൻഷൻ ആയിപ്പോയി, ഒരുപാട് വിഷമിച്ചു. ഐ വാസ് സോ മച്ച് വറീഡ് അബൌട്ട് യു. അപ്പൊ മിന്നി പറയാണ്, ഐ വെന്റ് ടു. ഞാൻ പോയി. എങ്ങോട്ടേക്ക് പോയി? ഐ വെന്റ് ടു സോനൂസ് ഹൗസ്. സോനൂസ്, ഈ വാക്കൊന്ന് പരിചയപ്പെടുത്തുക. സോനൂസ്. സോനു അപ്പോസ്ട്രോഫ് എസ്. സോനൂസ്, സോനുവിന്റെ. അപ്പോസ്ട്രോഫിന്റെ അർത്ഥം ഇന്റെ ഉടെ എന്നൊക്കെയാണ്. അപ്പം സോനുവിന്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ അമ്മയ്ക്ക് സംശയം, ഹൂ ഈസ് സോനു? ഹൂ ഈസ് സോനു? മിന്നി മറുപടി പറയുന്നു, ഹി ഈസ് മൈ ഫ്രണ്ട്. ഹി ഈസ് മൈ ഫ്രണ്ട്. ഓക്കെ, ദെൻ വൈ ഡിഡ് യു ഗോ ടു ഹിസ് ഹൗസ്? കൂട്ടുകാരനൊക്കെ തന്നെയാണ്, എങ്കിൽ നീ എന്തിനാ വീട്ടിലേക്ക് പോയത്? ബിക്കോസ് ടുഡേ ഇറ്റ്സ് ഹിസ് ബർത്ത്ഡേ. ടുഡേ ഇസ് ഹിസ് ബർത്ത്ഡേ. അവന്റെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ പോയി. ബർത്ത്ഡേ പാർട്ടിയാണ്. ഹൗ വാസ് ദ ബർത്ത്ഡേ പാർട്ടി? ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ് വാസ് ഫൈൻ. കൊള്ളായിരുന്നു. നമുക്ക് സിമ്പിളായിട്ട് ഈ കാര്യങ്ങളിൽ ഉദ്ദേശിച്ച് പറയാം. അപ്പോ സിമ്പിളായിട്ട് 2ാം ക്ലാസ്സിന്റെ ഒരു നിലവാരത്തില് ചെറിയ വൊക്കാബുലറി ഉപയോഗിച്ചുകൊണ്ട് ഈ കോൺവെർസേഷൻ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ കഴിയും. I went to Sonu's home. Who is Sonu? He is my friend. Today is his birthday. It was fine or it was quite good. തുടങ്ങിയ കാര്യങ്ങൾ പറയാം. 3ാമത്തെ ആക്ടിവിറ്റി ക്യാൻ ആൻഡ് കനോട്ട് ചേർത്ത് എഴുതുന്നതാണ്. തുടർന്നുള്ള വർക്കുകൾ ക്യാൻ ആൻഡ് കനോട്ട് എബിലിറ്റിയെ സൂചിപ്പിക്കുന്ന വാക്കുകളായിട്ടുള്ള കഴിയും, കഴിയില്ല എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. നമുക്കത് തൊട്ടടുത്ത ക്ലാസ്സിൽ നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്